ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒതൻറ്റിക് ആയിട്ടുള്ള ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ അരി ആദ്യം വേവിച്ച് കഴിഞ്ഞു. അരി വേവിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പം ഈ വേവിച്ച അരി എന്ന് പറയുന്നത് ചോറ് ഏകദേശം നമ്മളൊരു ഒടിയുന്ന കൺസിസ്റ്റൻസി, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ആ പരുവത്തിലെടുത്ത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി അത് ഒന്ന് വിരിച്ചിടണം. അപ്പം അതിന് ശേഷം നമ്മളതെടുത്ത് നമ്മൾ നല്ല രീതിയിൽ തണുത്തിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് എളുപ്പ പരിപാടി, നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ അടുത്ത സമയത്ത് എപ്പോഴാണോ വേണ്ടത് ആ സമയം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പം അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് എടുത്ത് അരിഞ്ഞ് വയ്ക്കും. ക്യാബേജ്, ക്യാപ്സിക്കം, ഒനിയൻ, പിന്നെ ഗാർലിക്, ഇത്രയാണ് നമ്മൾ അതിനകത്ത് എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ഈ താഴ്ഭാഗം നമ്മൾ വെജിറ്റബിൾ മിക്സ് ചെയ്യുന്നതിനകത്തും പച്ച ഭാഗം നമ്മൾ ചോറിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ശേഷം നൂഡിൽസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോസ് ഉണ്ടാക്കുന്നതാണിത്. അപ്പം ഇത് നമ്മൾ ഗാർലിക് അരിഞ്ഞ് ഇതിനകത്ത് ഇതേം നല്ലെണ്ണയാണ് എടുക്കുന്നത്. ഇതേം നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം മുതലേ ഇതേമാണ് ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്, അങ്ങനെയാണ് ഇതേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗാർലിക്കിനകത്തേക്ക് നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കശ്മീരി ചില്ലി പൗഡറാണ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുറച്ച് നേരം അതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പം ഫ്ലെയിം കൂടിപ്പോരുത്, നിൽക്കാൻ പറ്റത്തില്ല, ആ രീതിയിലായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതേ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതൊന്ന് നല്ല രീതിയിൽ വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ സോയ സോസും ടൊമാറ്റോ സോസും ഒഴിക്കണം. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് വേണം ഈ സാധനം ഒന്ന് മിക്സ് ചെയ്യാൻ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം. നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ബ്രൗൺ ഷുഗറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗൺ ഷുഗർ, അതിൻ്റെ പേര് ബ്രൗൺ ഷുഗറാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം ഇത് 3 ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വിനെഗറും കൂടെ ഒഴിച്ച് ഇത് വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഒന്ന് സോട്ടാക്കി നല്ല രീതിയിൽ അലിയുന്ന പരുവത്തിലാക്കി എടുക്കണം. അതാണ് ഇതിൻ്റെ സോസിൻ്റെ കൺസിസ്റ്റൻസി, ഇതാണ്ട് ഈ പരുവം. അപ്പോൾ അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റ് ഫ്രോസൺ ആണിത്. കുറച്ച് നേരം ഒന്ന് തണുത്തതിന് ശേഷം അത് ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സോയ സോസ്, ഉപ്പ്, കുരുമുളകിൻ്റെ പൗഡർ, ഇത് 3 കൂടെ വെച്ചിട്ട് ഇത് സോക്ക് ചെയ്തെടുക്കും. അപ്പം അത് ഏകദേശം മാരിനേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം അത് വെച്ചേക്കും. അപ്പം ഇതിനായിട്ട് മാരിനേഷനായിട്ട് യൂസ് ചെയ്യുന്നത് ഉപ്പ് വേണം, കുരുമുളക് പൊടി വേണം, പിന്നെ സോയ സോസ്, ഇതിലാണ് മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചാൽ മതി. ഏകദേശം ഒരു നമ്മൾ ബാക്കിയുള്ള പരിപാടി ചെയ്യുന്നൊരു സമയം, ഇതെല്ലാം ഒരു കൈക്കണക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കുന്നത് നമ്മൾ കോൺ ഓയിൽ അല്ല, സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസിട്ട് സോട്ട് ചെയ്ത് കുറേ നേരം ഒന്ന് ഇതാക്കി അത് വേവിച്ചെടുക്കണം. അപ്പം അത് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് അതിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾ മുട്ട ചിക്കിയെടുക്കുക. അപ്പോൾ മുട്ട നമ്മളിവിടെ എടുത്തേക്കുന്നത് 3 മുട്ടയാണ്. 3 മുട്ട എടുത്തിട്ട് അപ്പം അതിനകത്തും നമ്മൾ കുരുമുളകിൻ്റെ പൗഡറും സോൾട്ടും ഇടും. എന്നിട്ടാണ് ഇത് മുട്ടയും ചിക്കുന്നത്. മുട്ടയും ഒന്ന് ചിക്കി കഴിയുമ്പോഴത്തേക്ക് മുട്ട നമുക്ക് എടുത്ത് മാറ്റാം. അപ്പം മുട്ടയും ചിക്കനും നമുക്ക് ഒരു പാത്രത്തിൽ തന്നെ സൂക്ഷിക്കാം. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബാക്കി വെജിറ്റബിൾസൊക്കെ നമ്മൾ വഴറ്റാൻ പോകും. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഗാർലിക് അതിലിട്ടൊന്ന് സോട്ട് ചെയ്യണം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓരോ സെറ്റായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ നമ്മൾ വെജിറ്റബിൾ ആഡ് ചെയ്യുന്നതിനകത്ത് ക്യാരറ്റ്, ഒനിയൻ, പിന്നെ ക്യാബേജ്, ഇത് 3ആണ് ഫസ്റ്റ് സെറ്റിൽ ആഡ് ചെയ്യുന്നത്. അപ്പം അത് ഇട്ട് 3 കൂടി ഇട്ട് വഴറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സോൾട്ടും കുരുമുളകിൻ്റെ പൗഡറും ഇതിനകത്ത് ഇടുക. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ വഴറ്റി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യും. അത് ഇതിനകത്ത് പിന്നെ നമ്മൾ ഷെസ്വാൻ്റെ സോസ്
നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ആ സോസ് നമ്മൾ ഇതിനകത്തേക്ക് അവസാനമാണ് ആഡ് ചെയ്യുന്നത്. അതായത് ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് സോട്ടായി സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഷേഷ്വാൻ്റെ സോസും നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അതിനുശേഷം നമ്മൾ അരി, അതായത് റൈസ്, നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്ന റൈസ് എടുത്തിട്ട് അത് നമ്മൾ ബാച്ച് ബൈ ബാച്ചായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ആദ്യം വെജിറ്റബിളിലേക്ക് നമ്മൾ കുറച്ചിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഈ സമയത്തെല്ലാം അരി നമ്മളെപ്പം, അതായത് റൈസ് എപ്പം ആഡ് ചെയ്യുന്നോ ആ സമയം മുതൽ നമ്മൾ തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് റൈസ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നല്ല പെട്ടെന്ന് നടക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അടുത്ത സെറ്റ് ചോറ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് അങ്ങനെ ബാച്ച് ബൈ ബാച്ചായിട്ടാണ് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു ചെറിയ ചെറിയ പോർഷൻ വീതം. അത് നമ്മുടെ യുക്തിക്കൊത്ത് നമുക്ക് എത്ര പോർഷൻ വീതം ആഡ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പം ലാസ്റ്റ് ബാച്ച് അരി ഇടുന്നതിന് മുന്നായിട്ട്, ചോറിടുന്നതിന് മുന്നേ നമ്മളിതിലേക്ക് ചിക്കനും നമ്മൾ മുട്ടയും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പം ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവസാനത്തെ ഫൈനലായിട്ടുള്ള റൈസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആഡ് ചെയ്ത ചിക്കനും മുട്ടയും ഒന്ന് നല്ല രീതി ഇതിനകത്തേക്ക് സോട്ടാവുന്നിടം വരെ നമ്മളിതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പം ഒന്ന് വഴറ്റി നല്ല സെറ്റാവുന്നിടം വരെ ഈ റൈസ് ഇതാക്കണം. മെയിനായിട്ട് മറക്കരുത്, തീ ഹൈ ഫ്ലെയിമിലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് അരി ഓവറായിട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫൈനലായിട്ടുള്ള അവസാനം, ഇതിപ്പോൾ എനിക്ക് അവസാനത്തേക്ക് ഒരു ഇച്ചിരി ചോറേ കിട്ടിയുള്ളൂ. സാധാരണ കുറച്ചും കൂടെ ചോറ് കാണും. കാര്യം നമ്മളിതൊരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയില്ല. ഒരു പ്രോ ലെവലിൽ എത്താൻ പറ്റിയില്ലെങ്കിലും നല്ല രീതിയിലെത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇത് മിക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ ഇത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിനി അവസാനമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സ്പ്രിംഗ് ഒനിയൻ, ഞാൻ പറഞ്ഞില്ലേ, സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഭാഗം നമ്മൾ റൈസിലേക്കാണ് ചേർക്കുന്നത്. അപ്പം റൈസ് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് അതിലേക്ക് സ്പ്രിംഗ് ഒനിയനും ചേർത്ത് നമ്മൾ അടച്ചു വയ്ക്കും. അതായത് ഇതോടുകൂടി പരിപാടി കഴിഞ്ഞു, സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം ഇതാണ് ഷേഷ്വാൻ ഫ്രൈഡ് റൈസ്. അപ്പം ഞങ്ങൾ ഇതൊരു സെർവ് ചെയ്തു, ഞങ്ങൾ കഴിച്ചു നോക്കി, നല്ല സെറ്റായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മെയിനായിട്ട് ഇതിൻ്റെ ഒരു സോസ് ഉണ്ടാക്കാൻ പഠിച്ചതാണ് ഇതിനകത്തുനിന്ന് ഒരു മെയിനായിട്ട് നമുക്ക് കിട്ടിയൊരു പ്ലസ്. സോസ് ഇല്ലാതെ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ സോസ് ഉണ്ടാക്കി ചെയ്തപ്പോഴത്തേക്ക് അന്യ ടേസ്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ വരുന്ന പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അപ്പം അവർ വന്ന് കണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോകണം. അപ്പം ഇനിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.